അവൾക്ക് സിനിമയിൽ അഭിനയിക്കാനൊക്കെ മോഹമുണ്ടായി മോനെ. പണ്ടത്തെ കലാതിലകമല്ലേ കോളേജിലെ. കുറേ പേര് അവളെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകി ക്ഷണിച്ചതുമാണ്. സത്യഭാമ തള്ളിൻ്റെ ബാണക്കെട്ട് പൊട്ടിച്ചു. രുദ്രൻ എന്തുകൊണ്ടോ ചിരി വന്നുപോയി. കുറച്ചു സമയം തന്നെ അവരോട് ഇടപഴകിയതും അവർ നല്ല തള്ളും നുണയുമാണെന്ന് അവന് മനസ്സിലായി തുടങ്ങിയിരുന്നു. ആഹാ, എന്നിട്ട് എന്തു പറ്റി ആൻറ്റി? അന്നത്തെ കാലമല്ലേ മോനെ, എന്തായതെന്ന് ആർക്കറിയാം. സിനിമയിലൊക്കെ പോയി വല്ലതും പറ്റി ആർക്ക് പോയി. അതുകൊണ്ട് ഞാൻ വിട്ടില്ല. ഓ, അത് കഷ്ടമായി പോയി. അതെ അതെ, അല്ലെങ്കിൽ ഇന്ന് മോനെ പോലെ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ആയേനെൻ്റെ മോളും. ശരണ്യയെ തഴുകിക്കൊണ്ട് അവർ പറഞ്ഞു. രുദ്രൻ ചിരി കടിച്ചമർത്തി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ വാക്കങ്ങ് പിൻവലിച്ചു കേട്ടോ. ആൻറ്റിയുടെ ആഗ്രഹപ്രകാരം തന്നെ ആകട്ടെ. സിനിമയിലുള്ള അഭിനയമൊന്നും ശരണ്യയ്ക്ക് വേണ്ടല്ലോ. അത് കേട്ട് സത്യഭാമയ്ക്ക് അടികിട്ടിയതുപോലെയാ പോയി. കിട്ടിയൊരു ചാൻസ് അമ്മയായി തുലച്ചു എന്ന ഭാവത്തിൽ ശരണ്യ അവരെ കടുപ്പിച്ചു നോക്കി. അയ്യോ, ഇനി കുഴപ്പമില്ല മോനെ. ഇനിയിപ്പോൾ മോനില്ലേ എല്ലാം നോക്കാൻ. ഇപ്പം എനിക്കൊരു പേടിയുമില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് ആലോചിക്കാം. രുദ്രൻ ചിരിയോടെ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധ കൊടുത്തു. എന്താ നിദ്ര, നിനക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? രുദ്രൻ ചിരിയോടെ തല ഉയർത്തി അവളെ നോക്കി. അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയതല്ലാതെ നിദ്ര ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ സത്യഭാമ ഇടപെട്ടു. ഓ, അവൾക്ക് പണ്ട് എന്തായിരുന്നു സിനിമയിൽ ചാടിത്തുള്ളാൻ പോകാഞ്ഞിട്ട്. ശരണ്യമോൾക്കൊരവസരം സിനിമയിൽ വന്നപ്പോൾ അവൾക്കും വേണമായിരുന്നു. ഞാൻ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരണ്യ പിന്നെ ഒന്നും തർക്കിക്കാൻ നിന്നില്ല. എത്ര മോഹം ഉണ്ടായിട്ടും എൻ്റെ പാവം മോള്. പക്ഷേ ഈ നിദ്രയുണ്ടല്ലോ, ചാടിത്തുള്ളി എങ്ങാണ്ടും ഇറങ്ങിപ്പോയി. ഏതോ സിനിമയിലൊക്കെ മുഖം കാണിച്ചു അന്നേ തന്നെ. എന്നിട്ട് ഏതവനൊക്കെ അത് ബ്ലൂ ഫിലിം ആക്കിയെന്നോ അവളെ പറ്റിച്ചെന്നോ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് എന്തായിരുന്നു കരച്ചിൽ. സത്യഭാമ കഷ്ടം വെച്ച് പറയുന്നത് കേട്ടപ്പോൾ നിദ്ര ഞെട്ടിപ്പോയിരുന്നു. നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞു തന്നെ രുദ്രനിൽ നിന്നും കൂടുതൽ അകറ്റാനുള്ള ശ്രമമാണെന്ന് അവൾക്ക് മനസ്സിലായത് അപ്പോഴാണ്. രുദ്രൻ പോലും അവരുടെ ആ പറച്ചിലിൽ വല്ലാതെയായി പോയിരുന്നു. അവൻ്റെ മുഖം കടുത്തു. ഗായത്രി ദേവി കറുത്ത മുഖത്തെ അവരെ ദേഷിച്ചു നോക്കി. എന്തൊക്കെയാ സത്യഭാമി പറയുന്നത്? വെറുതെ ഇല്ലാവചനം പറഞ്ഞ് എൻ്റെ മോളെ വിഷമിപ്പിക്കരുത്. ഗായത്രി ദേവി ശബ്ദമുയർത്തി. ഓ, ഞാനുള്ളത് പറഞ്ഞതാണ് ഇപ്പം കുറ്റമായത്. വേണമെങ്കിൽ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. സത്യഭാമ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. രുദ്രൻ അപ്പോഴും ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് തുടങ്ങിയിരുന്നു. അയ്യോ രുദ്ര, നീ മതിയാക്കിയോ? മതിയമ്മേ. കറുത്ത മുഖത്തോട് നിദ്രയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. താൻ പറഞ്ഞത് ഏറ്റു എന്ന് മനസ്സിലായ സത്യഭാമയ്ക്ക് സന്തോഷം ഇരട്ടിയായി. ഇവളെ എപ്പോഴും ഇങ്ങനെയാ മക്കളെ. ഈ സത്യഭാമയും ശരണ്യം ചേർന്ന് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. അവൾ വളരെ കുഞ്ഞിലെ തൊട്ട് അനുഭവിക്കുന്നതല്ലേ. നീ അതൊന്നും കാര്യമായി എടുത്ത് എൻ്റെ മോളെ വിഷമിപ്പിക്കല്ലേ. നീയേ ഉള്ളൂ ഈ പാവത്തിന്. നീ കൂടി വിഷമിപ്പിച്ച അത് വല്ല കടുകയും ചെയ്ത് കളയും. മുത്തശ്ശി ഉടനെ രുദ്രൻ്റെ നേർക്ക് നോക്കി പറഞ്ഞു. നിദ്രയുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി. തന്നെ ന്യായീകരിക്കാൻ മുത്തശ്ശിയെങ്കിലും ഉണ്ടല്ലോ എന്ന് നിദ്ര ആശ്വസിച്ചു. ഗായത്രി. അപ്പോഴാണ് പുറത്തുനിന്ന് മഹാദേവൻ ഉറക്കി ഒച്ച വെച്ചുകൊണ്ട് കയറി വരുന്നത് കാണുന്നത്. എന്താ ദേവേട്ട, എന്തു പറ്റി? ഗായത്രി ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്നോട് ചോദിച്ചു. ഇതെന്താ, ഇന്നിവിടെ വിശേഷം വല്ല പാർട്ടി നടക്കുന്നുണ്ടോ? കയ്യിലിരിക്കുന്ന ബില്ല് ഉയർത്തി കാണിച്ചുകൊണ്ട് മഹാദേവൻ ചോദ്യം ഉന്നയിച്ചു. ഗായത്രി ദേവിക്കൊന്നും മനസ്സിലായില്ല. ഏട്ടനെന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 15,000 രൂപ മുടക്കി ഫുഡൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നും വരുത്തിയത് കൊണ്ട് ചോദിച്ചതാണ്. എന്നാലും ഇത്രയധികം ഫാസ്റ്റ് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വല്ല ഫുഡ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവരുടെ കയ്യിലെ ബില്ല് വെച്ചു കൊടുത്തുകൊണ്ട് മഹാദേവൻ പറഞ്ഞു. ഗായത്രിയും രുദ്രനും ഞെട്ടലോടെ പരസ്പരം നോക്കി. പെട്ടെന്നാണ് മഹാദേവൻ അതിഥികളെ ശ്രദ്ധിച്ചത്. ഓ, നിങ്ങളായിരുന്നു ഗസ്റ്റ്. എങ്കിലൊക്കെ കഴിച്ചോളൂ. ഞാൻ പുറത്തുനിന്നും കഴിച്ചാ വന്നത്. മഹാദേവൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങി നടന്നു. സത്യഭാമയും ശരണ്യയും വിളറി വെളുത്തു പോയിരുന്നു. മുത്തശ്ശി മാത്രം ഉറക്കെ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ശരണ്യയുടെയും സത്യഭാമയുടെയും മുഖം ഒറ്റയടിക്ക് വിളറിപ്പോയി. അവർ വേവലാതിയോടും ചമ്മലോടും പരസ്പരം നോക്കി. ഞാനപ്പോഴേ പറഞ്ഞില്ലേ മോളെ, ഈ ഭക്ഷണമെല്ലാം പുറത്തുനിന്ന് വാങ്ങിയിരിക്കുവാണെന്ന്. പിന്നെ ഒരു ചായ പോലും തിളപ്പിക്കാൻ അറിയാത്ത ഇവളാ ഇത്രയും ഉണ്ടാക്കുന്നത്. മുത്തശ്ശി ഗായത്രി ദേവിയെ നോക്കി പറഞ്ഞു. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓർമ്മയില്ലെന്ന് വെച്ച് എന്തും വിളിച്ച് പറയാമെന്നായി പരട്ട തള്ളയ്ക്ക്. സത്യഭാമ സ്ഥിരം വിളിക്കുന്ന വിളി നാവിൽ നിന്ന് വന്നുപോയി. പരട്ട തള്ളയോ? ഗായത്രി ദേവി അമ്പരന്ന് സത്യഭാമയെ നോക്കി. ശരണ്യയാകട്ടെ അമ്മ ഇത് എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്ന് ദയനീയതയിലായിരുന്നു.
രുദ്രനും അമ്പരന്ന് പോയിരുന്നു. പക്ഷേ മുത്തശ്ശിയുടെ മുഖത്ത് വലിയ ഭാവഭേദമൊന്നും ഉണ്ടായില്ല. സത്യഭാമ പെട്ടെന്ന് വെളുക്കെ ചിരിച്ചു. അയ്യോ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ ചിലപ്പോൾ സ്നേഹം കൂടുമ്പോൾ അമ്മയോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. എല്ലാം ഒരു തമാശയാ കേട്ടോ, അല്ലേ അമ്മേ? സത്യഭാമ അതേ ചിരിയോടെ മുത്തശ്ശിയുടെ താടി പിടിച്ചു കൊഞ്ചിച്ചു. പക്ഷേ മുത്തശ്ശി പെട്ടെന്ന് ആ കൈക്കിട്ട് ഒരൊറ്റ തട്ടുകൊടുത്തു. ചി വിടടി, നാണം കെട്ടവളെ. അവർ ഉടനെ തന്നെ ആക്രോശത്തോടെ സത്യഭാമയുടെ കൈ തട്ടി ശക്തിയിലൊരു തട്ടുകൊടുത്തു. സത്യഭാമ ആകെ വിളറിപ്പോയി. മാത്രമല്ല അവർക്ക് കൈ നന്നായി വേദനിക്കുകയും ചെയ്തു. മുത്തശ്ശി ഉടനെ രുദ്രന് നേരെ തിരിഞ്ഞു. എൻ്റെ പൊന്നു മോനെ, ഇവളും മകളും പറയുന്നത് വിശ്വസിച്ചേക്കല്ലേ. രണ്ടും പഠിച്ച കള്ളികളാണ്. എൻ്റെ നിദ്രമോളെക്കുറിച്ചില്ലാ വചനം പറഞ്ഞു നടക്കലാണ് ഇവളുടെയൊക്കെ പ്രധാന പണി. നിദ്രമോളുടെ ഭാഗ്യത്തിന് നിന്റെ ആലോചന വന്നത്. ഇവളൊക്കെ അവിടെ എൻ്റെ കുഞ്ഞിനെ തീറ്റിക്കുകയായിരുന്നല്ലോ. അവർ സ്വാതന്ത്ര്യത്തോടെ രുദ്രൻ്റെ കയ്യിൽ പിടിച്ചു. നിദ്ര പരിഭ്രമത്തോടെ രുദ്രനെ നോക്കി. മുത്തശ്ശിയാളോട് അടുത്ത് പെരുമാറുന്നത് ആൾക്കിഷ്ടപ്പെടുമോ? ഈശ്വര, പാവം മുത്തശ്ശിയോടൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. തന്നിലേക്ക് നീളുമ്പോൾ പിടയ്ക്കുന്ന നിദ്രയുടെ കരമീൻ മിഴികളായിരുന്നു രുദ്രൻ്റെ നോട്ടം. അവളുടെ ചിന്തകൾ ഏതാണ്ട് അവന് ഊഹിക്കാമായിരുന്നു. അവൻ്റെ ഉള്ളിൽ അവളോട് അലിവ് ചുരന്നു. കുറച്ചു മുന്നേ സത്യഭാമ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തന്നെ അവന് തോന്നി. പാവം പെണ്ണ്. രുദ്രൻ്റെ ഹൃദയം മന്ത്രിച്ചു. മാത്രമല്ല, നിഷ്കളങ്കമായി തന്നോട് പെരുമാറുന്ന ആ മുത്തശ്ശിയോടും അവന് സ്നേഹം തോന്നി. ഇതൊന്നും അറിയാതെ അവർ തുടർന്നു. മോനെ, കുഞ്ഞിലെ നിദ്രമോളുടെ അമ്മ ഒളിച്ചോടിപ്പോയി എന്നത് ശരിയാ. അവൾ വലിയൊരു വീട്ടിലെ ആയിരുന്നു. ഒരാളെ ഒരുപാട് പ്രേമിച്ചിരുന്നതാ. പക്ഷേ ജാതി വേറെ ആയതുകൊണ്ട് വീട്ടുകാർ നിർബന്ധപൂർവം വേറെ ആളെ കൊണ്ട് കെട്ടിച്ചതാ. പക്ഷേ അവൾക്ക് എൻ്റെ മകനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് അവളൊരു മോശം പെണ്ണായതുകൊണ്ടായിരുന്നില്ല. സ്നേഹിച്ച പുരുഷനെ മറക്കാൻ സാധിച്ചില്ല. പക്ഷേ നിദ്രയെ ഉപേക്ഷിച്ച് അവൾ പോയത് തെറ്റു തന്നെയാണ് എന്ന് വെച്ച് നിദ്രമോൾ എന്ത് പിഴച്ചു? അതിൻ്റെ പേരിൽ ഇവള് ചീത്തയാണെന്ന് സത്യഭാമ നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നതാ എനിക്ക് മനസ്സിലാകാത്തത്. നിദ്രയ്ക്ക് അമ്മ മാത്രമല്ലല്ലോ, അച്ഛനും ഉണ്ടായിരുന്നു. എൻ്റെ നിദ്രമോൾക്ക് പകരം ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലേ ചെയ്യുന്ന ദ്രോഹത്തിന് ഇവളെയൊക്കെ ചുമലിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ. ഈ സത്യഭാമൻ്റെ മകൻ്റെ ഭാര്യയായി ഞങ്ങളുടെ കുടുംബത്ത് കയറി വന്നത് മുതൽ നിദ്രമോളോട് പോരെടുക്കാൻ തുടങ്ങിയതാ. ഞങ്ങളുടെ വീട്ടിൽ ഈ കുഞ്ഞൊരു നിമിഷം വെറുതെ ഇരിക്കാറില്ല മോനെ. ഇരിക്കാൻ ഭാമയും മക്കളും സമ്മതിക്കാറില്ല. ഇവരുടെ അടിവസ്ത്രം വരെ അമ്മയും മക്കളും ഇവളെ കൊണ്ട് കഴുകിക്കും. ഇവളെ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കുന്നതെല്ലാം കുറ്റം പറഞ്ഞ് തിന്നാണ് അമ്മയ്ക്കും മകൾക്കും ശീലം. ശരണ്യ തിന്ന പാത്രം നിദ്ര കഴുകണം. അങ്ങനെയുള്ള ഈ പെണ്ണിതെല്ലാം വെച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞതെല്ലാം കേട്ട് രുദ്രൻ നിദ്രയുടെ മുഖത്തേക്ക് നോക്കി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന മട്ടിൽ രുദ്രന് വല്ലായ്മ തോന്നി. അയ്യോ രുദ്രേട്ടാ, ഇതൊന്നും വിശ്വസിക്കല്ലേ. മുത്തശ്ശിക്ക് മാനസിക പ്രശ്നമുണ്ട്. ഇടയ്ക്ക് ആളുകളെ തമ്മിൽ മാറിപ്പോകും. എപ്പോഴും നിദ്രയോ മുത്തശ്ശിയെ കുറ്റം പറയാറുള്ളത്. ഇപ്പം മെൻ്റൽ ഇഷ്യൂസ് കുറച്ച് കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലേ അമ്മേ? ശരണ്യ സത്യഭാമയെ നോക്കി. അതെ അതെ, അല്ലെങ്കിൽ സ്വന്തം മകനേറ്റിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയ മരുമോളെ സപ്പോർട്ട് ചെയ്യുമോ? മാത്രമല്ല അമ്മയെ മാനസിക പ്രശ്നത്തിന് ചികിത്സച്ചിൻ്റെ ചീട്ട് വീട്ടിലുണ്ട്. സത്യഭാമയുടെ നേർക്കൊരാട്ടായിരുന്നു മുത്തശ്ശി. നിന്റെ അച്ഛനാടി മാനസിക പ്രശ്നം. സത്യഭാമയുടെ മുഖം വല്ലാതെ വിളറിപ്പോയി. അവർക്ക് അടികിട്ടിയതുപോലെ തോന്നി. ഏതു നേരത്താണാവോ ഈ തള്ളയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ എനിക്ക് തോന്നിയത്. പുതിയ ബന്ധുക്കളെ കണ്ടപ്പോൾ തള്ളയ്ക്ക് തൻ്റെ ഇടം വെച്ചു. വീട്ടിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഒരൊറ്റ വാക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ആ നാവ് പിഴുതെറിഞ്ഞേനെ. അവർ പല്ലുകടിച്ചുകൊണ്ട് പിറുപിറുത്തു. ശരണ്യയ്ക്കാണെങ്കിൽ മുത്തശ്ശിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. എല്ലാം കടിച്ചമർത്തുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി വീണ്ടും ഗായത്രി ദേവിയുടെ കയ്യിൽ പിടിച്ചു. മോളെ, എനിക്കുറപ്പാ എന്തോ കള്ളത്തരം ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലാതെ ഈ നിൽക്കുന്നവൾ ഇത്രയും ഭക്ഷണമുണ്ടാക്കി നിങ്ങൾക്കെല്ലാവർക്കും തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എന്തെങ്കിലും തെളിവുണ്ടാകും ഇവിടെ. മോൾ അടുക്കളയിൽ പോയി ഒന്ന് പരിശോധിക്കാമോ? ഗായത്രി ദേവി മുത്തശ്ശിയെ കയ്യിൽ പിടിച്ചു. അമ്മ വിഷമിക്കേണ്ട, ഞാനൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? ഈ ബില്ലിലുള്ള സാധനങ്ങൾ ഭക്ഷണവും ഉണ്ടല്ലോ ഈ ടേബിളിൽ. ഗായത്രി ദേവി പുച്ഛത്തോടെ അവരെ നോക്കി പറഞ്ഞു. അയ്യോ ചേച്ചി, ഇതെന്താ ഇവർ പറയുന്ന നുണയെല്ലാം കേട്ട് ഞങ്ങൾ അവിശ്വസിക്കുകയാണോ? ഇവർ പണ്ടു മുതൽ ഇങ്ങനെയാ. നിദ്ര എന്ത് തെറ്റ് ചെയ്താലും ഇവർക്ക് അവളോടാണ് ഇഷ്ടം. അവരുടെ മകൻ്റെ ആദ്യത്തെ മോളാണെന്ന കാരണം പറയുന്നത്.
എന്നോടാണെങ്കിൽ മരുമോളോട് എടുക്കുന്ന പോരെടുക്കും. എൻ്റെ മോളായതുകൊണ്ട് ശരണ്യയോടും ഇവർക്ക് വലിയ പ്രതിപത്തിയില്ല. ശത്രുത കൊണ്ട് ഇവർ പറയുന്നതൊന്നും വിശ്വസിച്ചേക്കല്ലേ. പക്ഷേ ആൻറ്റി ആദ്യം പറഞ്ഞത് മുത്തശ്ശിക്ക് ശരണ്യയോട് വലിയ സ്നേഹമാണെന്നാണല്ലോ. പിന്നെ ഇപ്പോൾ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ മാറ്റി പറയുന്നു എന്നല്ലേ പറഞ്ഞത്? അല്ല, ശരിക്കും ഏതാ സത്യം? രുദ്രൻ നിഷ്കളങ്കത ഭാവത്തോടെ ചോദിച്ചെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന പരിഹാസം ഗായത്രി ദേവിക്കും നിദ്രയ്ക്കും മനസ്സിലായി. നിദ്രയുടെ മനസ്സിലൊരു ചെറിയ തണുപ്പ് വീണു. എന്തായാലും അമ്മ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഞാൻ അതുകൂടി ഒന്ന് നോക്കട്ടെ സത്യഭാമേ. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ്. ഗായത്രി ദേവി തുടർന്നു. ഞാനിപ്പോൾ വരാം, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. സത്യഭാമയും ശരണിയും നെഞ്ചിരിപ്പോടെ നിന്നു. കുറച്ചു കഴിഞ്ഞ് ഗായത്രി ദേവി തിരിച്ചു വന്നപ്പോൾ ഭവാനിയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ എന്തൊക്കെയോ പൊതിഞ്ഞുകൊണ്ട് വന്ന് കവറുകൾ ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഫുഡിൻ്റെ പാക്കറ്റുകളാണെന്ന് മനസ്സിലായി. കവറുകളുടെ പുറമെ ഏതുതരം ഫുഡുകളാണെന്നുള്ള പേരും ആ ഫുഡിൻ്റെ ചിത്രവും കൊടുത്തിരുന്നു. തൻ്റെ മുന്നിൽ നിറഞ്ഞ ഓരോ ഐറ്റംസിൻ്റെ ചിത്രം ആ പൊതികളിൽ കണ്ടപ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ ചിരിയൂറി. പക്ഷേ ഗായത്രി ദേവിയുടെ മുഖത്ത് ദേഷ്യം പടർന്നു കയറി. മുത്തശ്ശി വിജയഭാവത്തോടെ എല്ലാവരെയും നോക്കി. ഗായത്രി ദേവി അത് ഓരോന്നായി എടുത്തു നോക്കും തോറും സത്യഭാമയുടെയും ശരണ്യയുടെയും മുഖം വിളറി വെളുത്തു. അമ്മയ്ക്കും മകൾക്കും എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി. ഗായത്രി ദേവി സത്യഭാമയുടെ മുന്നിൽ കൈകൾ കെട്ടിനിന്നു. ഇനി എന്താ അമ്മയ്ക്കും മകൾക്കും പറയാനുള്ളത്? അയ്യോ ചേച്ചി, ഞങ്ങളിതൊന്നും അറിഞ്ഞതല്ല. ഇത് വേറെ ആരെങ്കിലും ഓർഡർ ചെയ്തതാവും. ഇവിടുത്തെ സെർവൻസിനൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവരാണിത് ചെയ്തതെങ്കിലോ അല്ലെങ്കിലും ഇവറ്റുകളൊക്കെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ തലയിൽ കയറുമെന്നേ. സത്യഭാമ പിടിച്ചു നിൽക്കാൻ അവസാനത്തെ ശ്രമം നടത്തുകയാണ്. സത്യഭാമ പറയുന്നത് കേട്ട് ഭവാനിക്ക് ചൊറിഞ്ഞു വന്നു. അവർ വർഷങ്ങളായി മഹാദേവന്റെ വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു പരാതിയും ആരുടെ വായിൽ നിന്നും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ സംസാരം ഭവാനിക്ക് തീരെ പിടിച്ചില്ല. അവർ ഗായത്രി ദേവിയെ നോക്കി. പക്ഷേ ഗായത്രി സാരമില്ലെന്ന മട്ടിൽ ഭവാനിയെ കണ്ണടച്ച് കാണിച്ചു. ഓ, അപ്പം നിങ്ങൾ പറയുന്നത് ഇത് ഇവിടുത്തെ സെർവൻസ് ഓർഡർ ചെയ്ത് വാങ്ങിപ്പിച്ചതായിരിക്കുമെന്നാണല്ലേ? അതും ഞങ്ങളറിയാതെ? അതെ ചേച്ചി, അല്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പാവം എൻ്റെ ശരണ്യമോൾ എത്ര കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാക്കിയത്. സത്യഭാമ രക്ഷപ്പെട്ട ഭാവത്തിൽ പറഞ്ഞു. ഗായത്രി ദേവി മുഖത്തിൽ നിന്ന് അവരത് വിശ്വസിച്ചതുപോലെ സത്യഭാമയ്ക്ക് തോന്നി. അങ്ങനെയാണല്ലേ സത്യഭാമേ? ഇത്രയും പരിശുദ്ധ ഹൃദയമുള്ള സത്യഭാമയെയും മകളെയും തെറ്റിദ്ധരിച്ചത് ഞങ്ങളോട് പൊറുക്കണം കേട്ടോ. ഗായത്രി ദേവി പറഞ്ഞത് കേട്ട് അവർക്ക് കൂടുതൽ അവിശ്വസമായി. അവർ ശരണ്യയെ നോക്കി. അവളും രക്ഷപ്പെട്ട ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. ഇവരൊരു മണ്ടിയാണല്ലോ. അവരുള്ളിൽ പിറുപിറുക്കാനും മറന്നില്ല. സത്യഭാമ എന്തെങ്കിലും പറഞ്ഞു? ഗായത്രി ദേവി ചിരിച്ചുകൊണ്ടാണ് അത് ചോദിച്ചത്. ഏയ് ഇല്ല ചേച്ചി, ചേച്ചി നല്ല ബുദ്ധിയുള്ള സ്ത്രീയാണെന്ന് പറയുകയായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് കാര്യം മനസ്സിലായത്. അത് സത്യമാണ്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നന്നായുണ്ട്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അമ്മ പറഞ്ഞതിലൊരു പുച്ഛമുണ്ടല്ലോ എന്ന് നിദ്രയ്ക്ക് തോന്നി. അവൾ അറിയാതെ രുദ്രനെ നോക്കിയതും അവനെ തന്നെ നോക്കുകയാണെന്ന് കണ്ട് ജാളതയോടെ മുഖം താഴ്ത്തി കളഞ്ഞു. അത് കണ്ട് രുദ്രൻ ചിരിയടക്കി. തൊട്ടടുത്ത നിമിഷം ഗായത്രി ദേവി രുദ്രന്റെ നേരെ തിരിഞ്ഞു. മോനെ രുദ്ര, ഈ വീട്ടിലെല്ലായിടത്തും CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. കിച്ചണിൽ അടക്കമുണ്ട്. നീ ഒന്ന് ദൃശ്യങ്ങൾ ചെക്ക് ചെയ്തേ. ഗായത്രി ദേവിയുടെ പറച്ചിൽ കേട്ട് സത്യഭാമയും ശരണ്യയും അന്താളിച്ചു പോയി. ശരണ്യയുടെ മുഖം മുകളിലേക്ക് പൊങ്ങി. അവളെ നോക്കി പല്ലളിച്ചു നിൽക്കുന്ന CCTV അപ്പോഴാണ് അവളുടെ കണ്ണുകളിൽ ഉടക്കിയത്. എന്തുകൊണ്ടാണ് ഇത് മാത്രം താൻ കാണാതെ പോയത് എന്നോർത്ത് സ്വന്തം മണ്ടത്തരത്തെ ശരണ്യ പഠിച്ചു. എന്നാൽ മുത്തശ്ശിയുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു. ക്യാമറ ഉണ്ടല്ലോ മോനെ, എന്ന മോനെ അതൊന്ന് വേഗം നോക്കിക്കേ. മുത്തശ്ശിക്ക് കാണാൻ ധൃതിയായി. അവൻ രുദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രൻ ഒന്ന് ചിരിച്ചു. അതിനെന്താ മുത്തശ്ശി, ഇപ്പോൾ തന്നെ നോക്കിയേക്കാം. രുദ്രൻ പെട്ടെന്ന് തന്നെ CCTV ചെക്ക് ചെയ്തു. വളരെ മുൻപത്തെ കാഴ്ചകൾ മുതൽ അവൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അടുക്കളയിൽ നിദ്ര ഗായത്രി ദേവിയോടെ പിറകെ തന്നെ നടന്നതും അവരോട് കിന്നാരം പറയുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ആർദ്രമായി. തൻ്റെ അമ്മ അവളുടെയൊപ്പം വളരെ ഹാപ്പിയാണെന്ന് അവന് മനസ്സിലായി. അവളുടെ ആ സ്നേഹം ഒട്ടും കപടമാണെന്നും അവന് തോന്നിയില്ല. നിദ്രയ്ക്ക് പകരം മറ്റൊരു പെണ്ണ് ഇങ്ങനെ അമ്മയോട് സ്നേഹം കാണിക്കുമോ എന്ന് അവൻ ആലോചിച്ചു. അവൻ ആ സ്ഥാനത്ത് സാറയെ പ്രതിഷ്ഠിച്ചു നോക്കി. നോ, സാറ ന്യൂജൻ സ്റ്റൈൽ പെണ്ണാണ്. അവൾ ഒരിക്കലും അമ്മയെ അത്രയും കാര്യമായി ട്രീറ്റ് ചെയ്യില്ല.
അടുക്കയിൽ തന്നെത്താൻ നിദ്ര ഓരോ വിഭവങ്ങളായി ഉണ്ടാക്കുന്നതിനെയാണ് പിന്നെ അവൻ കണ്ടത്. ആരുടെയും സഹായമില്ലാതെ നല്ല വൃത്തിക്കും പക്വതയ്ക്കും അവൾ ഓരോന്നായി ഒരുക്കുന്നത് കണ്ടപ്പോൾ അവന് ആശ്ചര്യം തോന്നി. അവൻ സ്വയം അറിയാതെ അവളെ നോക്കി. തന്നെ ക്യാമറയിൽ നിൽക്കുന്നതിൻ്റെ അമ്പരപ്പിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് പാവം തോന്നി. ദൃശ്യങ്ങൾ ഓരോന്നായി രുദ്രൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. സത്യഭാമയും ശരണ്യയും ഉള്ളിന്മേൽ എന്നതുപോലെ നിൽക്കുകയായിരുന്നു. ശരണ്യയ്ക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും നാണക്കേടും സഹിക്കാൻ വയ്യാതെയായി. താനൊരു കള്ളിയാണെന്ന് രുദ്രൻ ഇപ്പോൾ മനസ്സിലാക്കും. ഇനി എങ്ങനെ നിദ്രയെ വെട്ടിച്ച് ആ മനസ്സിലേക്ക് ഇടിച്ചു കയറും? ഈ തൊള്ളയെല്ലാം തുലച്ചു. അവർ സത്യഭാമയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മനസ്സിൽ പല്ലിറുമി. അല്പം മുൻപ് നടന്ന കള്ളത്തരങ്ങൾ ഓരോന്നായി സ്ക്രീനിൽ തെളിയാൻ തുടങ്ങി. സത്യഭാമയും മകളും തമ്മിലുണ്ടായ പ്ലാനിങ്ങും ശരണ്യ ഫുഡ് ഓർഡർ ചെയ്യുന്നതും പിന്നെ അത് വാങ്ങി വയ്ക്കുന്നതുമെല്ലാം കണ്ട് ഗായത്രി ദേവി രൂക്ഷമായി അവരെ നോക്കി. അവരാരും കാണാതെ പാത്രത്തിലാക്കുന്നതും പിന്നെ തനിക്ക് വിളമ്പുന്നതുമെല്ലാം കണ്ടപ്പോൾ രുദ്രന് ചിരിയാണ് വന്നത്. പിന്നെ വല്ലാത്ത വജ്ഞതയും തോന്നി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോനെ, പൊടിച്ച കള്ളികളാ അമ്മയും മോളും, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മുത്തശ്ശി പരുഷമായി പറഞ്ഞു. ഗായത്രി ദേവിയുടെ രൂക്ഷമായ നോട്ടം താങ്ങാനാവാതെ സത്യഭാമ മുഖം താഴ്ത്തി. എന്നാൽ ശരണ്യയെ ഏറെ തളർത്തി കളഞ്ഞത് രുദ്രന്റെ പരിഹാസഭാവമാണ്. ചേച്ചി, ഞങ്ങള് പിന്നെ സത്യഭാമ എന്തോ പറയാൻ ശ്രമിച്ചു. ഇറങ്ങ്, ഈ നിമിഷം ഇറങ്ങിക്കൊള്ളണം ഇവിടെ നിന്ന്. ഇനി ഈ വീടിന്റെ പൊടി ചവിട്ടരുത്. ഗായത്രി ദേവി രോഷത്തോടെ സത്യഭാമയെയും ശരണ്യയെയും നോക്കി വാതിൽക്കലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു.